الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 79-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം وَإِنَّ مِنْهُمْ لَفَرِيقًا يَلْوُونَ أَلْسِنَتَهُمْ بِالْكِتَابِ لِتَحْسَبُوهُ مِنَ الْكِتَابِ وَمَا هُوَ مِنَ الْكِتَابِ وَيَقُولُونَ هُوَ مِنْ عِنْدِ اللَّهِ وَمَا هُوَ مِنْ عِنْدِ اللَّهِ وَيَقُولُونَ عَلَى اللَّهِ الْكَذِبَ وَهُمْ يَعْلَمُونَ. വഇന്ന മിൻഹും, നിശ്ചയമായും അവരിലുണ്ട്, ലഫരീഖൻ, ഒരു വിഭാഗം ആളുകൾ. വഇന്ന മിൻഹും ലഫരീഖൻ, നിശ്ചയമായും അവരിൽ തന്നെയുണ്ട് ഒരു കൂട്ടർ. യലൂന, അവർ വളച്ച് തിരിക്കും, അൽസിനത്തഹും, അവരുടെ നാവുകളെ, ബിൽ കിതാബി, ഗ്രന്ഥവും കൊണ്ട്, അവർ വേദഗ്രന്ഥവും കൊണ്ട്, അതായത് അത് പാരായണം ചെയ്തിട്ട് അവരുടെ നാവുകളെ, അതായത് അവരുടെ ആശയങ്ങളെ വളച്ചു തിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ ഖുർആൻ കൈ വെച്ചുകൊണ്ട് തന്നെയാണ് ഒരുപാട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. ബനി ഇസ്രായേലിൽ സംഭവിച്ച കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അത് നമുക്കും ബാധകമാണ്. അപ്പോൾ യലൂന അൽസിനത്തുഹും ബിൽ കിതാബ്, അവർ വേദഗ്രന്ഥവും കൊണ്ട്, അതായത് അവർ അത് പാരായണം ചെയ്തിട്ട്, യലൂന അൽസിനത്തുഹും, അവരുടെ നാവുകളെ അവർ വളച്ചു തിരിക്കും. അതായത് അതിലുള്ള ആശയങ്ങളെ അവരവർക്ക് ഇഷ്ടമായ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാനും പറയാനും തുടങ്ങും. ലിതഹ്സബൂഹു, എന്തിനാ അവരങ്ങനെ പറയുന്നത്? ലിതഹ്സബൂഹു, നിങ്ങൾ അതിനെ ധരിക്കാൻ, മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽപ്പെട്ടത് എന്ന്. അപ്പം വേദഗ്രന്ഥത്തിൽപ്പെട്ട കാര്യമാണ് അവർ പറയുന്നത് എന്ന് നിങ്ങൾ ധരിക്കുന്നതിന് വേണ്ടി അവർ അവരുടെ നാവുകളെ വളച്ചു തിരിക്കുന്നു, അവർ ആ ആശയങ്ങളെ വളച്ചൊടിക്കുന്നു. വമാഹുവ മിനൽ കിതാബ്, വമാഹുവ, അതല്ലതാനും, വമാ, അത് അല്ല, ഹുവ, അത്,
ഒമാഹുവ അതല്ലതാനും മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽപ്പെട്ടത്, അതാകട്ടെ വേദഗ്രന്ഥത്തിൽ പെട്ടതാവില്ലതാനും. തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പറയുന്ന ആളുകളായി ആ വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ മാറി. ഏതാണ്ട് അതുപോലെ നമ്മളും മാറിയതുകൊണ്ട് ഒരുപാട് വിഭാഗങ്ങൾ ആയി. ഓരോരുത്തർക്കും പുരോഹിതന്മാരുണ്ട്. എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. വിശുദ്ധ ഖുർആനിലൂടെയും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങളും അനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അതിൻ്റെ വിധികൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല അവൻ്റെ ഗ്രന്ഥമായതുകൊണ്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഏർപ്പാടിൽ ബഹുഭൂരിഭാഗം ആളുകളും അവരുടെ പണ്ഡിതന്മാരെന്ന് പ്രഘോഷിക്കുന്നവരും തയ്യാറല്ല. അപ്പോൾ അവർ പറയുന്നതാണ് ലിതഹ്സബൂഹു, നിങ്ങൾ അതിനെ ധരിക്കണം, മിനൽ കിതാബ്. അപ്പോൾ അവർ പറയുന്നത് എന്താണോ അതാണ് വേദഗ്രന്ഥത്തിൽ പറയുന്നത് എന്ന് നിങ്ങൾ ധരിച്ചോണം. അതുകൊണ്ടാണല്ലോ ഇപ്പം ആളുകളാരും വേദഗ്രന്ഥം നോക്കുന്നില്ലല്ലോ, ഖുർആൻ നോക്കുന്നില്ല, പ്രവാചകവചനവും നോക്കുന്നില്ല. കാരണം അവർ നിശ്ചയിച്ചിരിക്കുന്ന ഇമാമിങ്ങളുണ്ട്, അവർ പറയും അതാണ് അതിൻ്റെ വേദം. ഇപ്പം മനുഷ്യർ ഈ ഗ്രന്ഥത്തിനെ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതിനെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ആളുകൾ മുറുകെ പിടിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെയാണ്. അവരെന്താ പറയുന്നതെന്ന് നോക്കും, എന്നിട്ട് സമയനാവാത്തതിന ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞ് അതനുസരിച്ച് ചെല്ലും. മാല ഓതാൻ പറഞ്ഞാൽ മാല, അല്ല പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട്, എന്താണോ വേണ്ടത് അത് തന്നെ. ഇതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ നമുക്ക് വേദഗ്രന്ഥം കയ്യിലുണ്ടോ, നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. ഇത് വെറുതെ കൊച്ചുകൊടുപ്പാൻ കാലത്ത് നടത്തുന്നത് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നോക്കണ്ട. ഈ വേദഗ്രന്ഥം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടോ, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു, അതിനാണ് അവിടെ പ്രതിഫലം വെച്ചിരിക്കുന്നത്. വേറെ ആരുടെ ഒരേർപ്പാടും അവിടെ നടക്കത്തില്ല. സാക്ഷാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത അബൂ താലിബിനെയോ അല്ലെങ്കിൽ വലിയ ശത്രുവായി നിന്ന, അതൊക്കെ മൂത്താപ്പന്മാരാണ്, അബൂ ലഹബിനെയോ ഒന്നും രക്ഷപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയില്ല. അത് അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യമാണ്. തൻ്റെ മകൾ ഫാത്തിമയോടും പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു പ്രവാചകനാണെങ്കിലും നിന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുത്തുവാൻ എനിക്ക് കഴിയില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും വേണമെങ്കിൽ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചുകൊള്ളുക. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരും, ഒറ്റയ്ക്ക് തന്നെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വേദഗ്രന്ഥം ഇതുപോലെ എന്നെപ്പോലെ ചില ആളുകൾ വെച്ചിരുന്ന് അങ്ങോട്ട് പറയുന്നതും കേട്ട് അതെല്ലാം ശരിയായെന്നും പറഞ്ഞുകൊണ്ടുണ്ട്. നിങ്ങളും പരിശോധിച്ച് നിങ്ങളത് ഗ്രഹിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തയ്യാറാകുക. അതാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നത്. ഒമാഹുവ മിനൽ കിതാബ്, അവരാ പറയുന്ന ഒന്നും വേദഗ്രന്ഥത്തിൽപ്പെട്ടതൊന്നും അല്ല, അവരുടെ നാക്കി തോന്നുന്നതും വാക്കി തോന്നുന്നതുമായ കാര്യങ്ങൾ വിളിച്ചു പറയാണ്. എന്നിട്ട് അവർ പറയുന്നത് വയക്കൂലൂന ഹുവ മിൻ ഇൻദില്ലാ, വയക്കൂലൂന അവർ പറയും ഹുവ അത് മിൻ ഇൻദില്ല, ഇതൊക്കെയാണ് ദൈവവചനം, ദൈവകാര്യങ്ങളെന്ന് പറയും. അതിനെല്ലാം നമ്മൾ ഇരുന്ന് തലകുലുക്കി കൊടുക്കുകയും ചെയ്യും. 3-നും 11-നും 41-നും ഒക്കെ അടിക്കുന്ന മാത്രമല്ല, ഭയങ്കര നല്ല ഒന്നാം തന്നെ സദ്യകൾ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിൽ വെച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയൊക്കെ നടത്തുന്നതിൽ ചെന്നിരുന്ന് നല്ലതുപോലെ തിന്നിട്ടാണ് നമ്മൾ വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാർ ഇന്ന് ലോകത്ത് പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ അവർ പറയും യഖൂലൂന ഹുവ മിൻ ഇൻദില്ല, അപ്പോൾ ഇത് ഈ ചെയ്യുന്നതാണ്, ഇതാണ് അതിൻ്റെ അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള കാര്യങ്ങളെന്ന്. എന്നാൽ അല്ലാഹു തആല പറയുന്നു വമാ ഹുവ മിൻ ഇൻദില്ല,
ഒമാഹുവ അതല്ല, മിൻ ഇന്ദില്ല അള്ളാഹുവിൽ നിന്നുള്ളത്, അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ല താനും. എന്നാലും അവർ പറയുന്നത് ഇതാണ് അള്ളാഹിൻ്റെ മതം എന്നാണ്. വയക്കൂലൂന അവർ പറയുകയാണ്, അലല്ലാഹി അള്ളാഹുവിൻ്റെ പേരിൽ, വയക്കൂലൂന അലല്ലാഹി അള്ളാഹുവിൻ്റെ പേരിൽ അവർ പറയുന്നതിൽ കെദിബ കളവ് പറയുകയാണ്, കള്ളം പറയുകയാണ്. അള്ളാഹു പറയാത്ത കാര്യമാണ് അവർ പറയുന്നതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഹും യഅലമൂൻ അതവർക്കറിയാം. അടുത്തുകൂടി ചോദിക്കുക എന്ന് പറയാം, അതങ്ങനെയൊക്കെയാണ്, പക്ഷേ ഇപ്പം ഇതിങ്ങനെ പറ്റൂ, അങ്ങനെയാണ് അവിടെ പറയുന്നതെങ്കിലും ഇപ്പോൾ ഇതിങ്ങനെ നടന്നാലേ നമ്മുടെ വയറ്റിപ്പഴുപ്പ് നടക്കൂ എന്ന നിലയിൽ അവരത് വഹും യഅലമൂൻ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിപ്പറയുകയാണ്, കള്ളത്തരങ്ങളൊക്കെ അവർ പറയുകയാണ് എന്ന്. ഇതാണ് ഈ വചനത്തിൻ്റെ പദാർത്ഥം. നമ്മൾ അതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന ഒരു വിശദീകരണം, ദിസ് ഇൻഡീഡ് വാസ് എ കോമൺ ട്രിക്ക് പ്ലേഡ് ബൈ ദ ജൂയിഷ് ഹൈ പ്രീസ്റ്റ്സ്. ഈ ജൂതന്മാരിലെ ഉന്നതരായ പുരോഹിതന്മാർ കളിച്ച ഒരു ട്രിക്കാണ്, ഒരു വേലയാണ്, ഒരു സാധാരണ വേലത്തരമാണ് ഈ കാണിക്കുന്നത്. അപ്പം അഹമ്മദിയ ഖലീഫയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവരുടെ ഹൈ പ്രീസ്റ്റായിട്ട് അങ്ങനെ അത്യുന്നതരായ പുരോഹിതന്മാർ, അതൊന്നും അങ്ങനെയൊന്നും ആരും എങ്ങും വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവർക്ക് പ്രത്യേക പദവിയും പട്ടവുമൊക്കെ കൊടുത്ത് അവരെ അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം ദിസ് ഇൻഡീഡ് വാസ് എ കോമൺ ട്രിക്ക് പ്ലേഡ് ബൈ ദ ജൂയിഷ് ഹൈ പ്രീസ്റ്റ്സ്. ജൂതന്മാരിലെ ഉന്നതരായ പുരോഹിതന്മാർ കളിച്ച ഒരു ട്രിക്കാണ്, സാധാരണ ട്രിക്കാണ്. ഓർ ദ ലേൺ വൺസ്, അല്ലെങ്കിൽ അറിവുള്ളവർ എന്ന് പറയുന്നവർ നടത്തുന്ന ഒരു വേലയാണ്. എമംഗ് ദ ജ്യൂസ്, ജൂതന്മാർക്കിടയിൽ അവർ നടത്തുക. ഹൂ വെന്നെവർ ദേ റിസൈറ്റഡ് പാർട്ട് ഓഫ് ദെയർ ബുക്സ്, എപ്പോഴൊക്കെ അവർ വേദഗ്രന്ഥത്തിൻ്റെ, അവരുടെ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം അവർ പാരായണം ചെയ്യുന്നുവോ, അവർ ക്ലാസ് എടുക്കുന്നുവോ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുവോ, അല്ലെങ്കിൽ അവനെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നു, അപ്പോൾ ട്വിസ്റ്റഡ് ദെയർ ടങ്സ്, അവരുടെ നാവുകൾ അവർ വളച്ചു തിരിക്കും. ആസ് ടു മേക്ക് ബിലീവ്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നാക്കുകൾ വളച്ചു തിരിക്കുന്നത്? ആസ് ടു മേക്ക് ബിലീവ്, അവരെ വിശ്വസിപ്പിക്കാൻ, ദാറ്റ് ഇറ്റ് വാസ് വാട്ട് ദ സ്ക്രിപ്ചർ ഹെൽഡ് ആസ് വെരിറ്റി, നേരായ നിലയിൽ ഈ വേദഗ്രന്ഥം പറയുന്നത് ഇതാണ് എന്ന് അവർ ഈ സാധുക്കളായ ആളുകളോട് പറയും. അവർക്ക് തങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ പറയാം. എല്ലാവരും ഓരോ കോഴിമുട്ട കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് വേദഗ്രന്ഥത്തിലാണെന്ന് ധരിച്ച് കോഴിമുട്ടയെ കൊണ്ട് ചെല്ലും. അപ്പം ഇങ്ങനെയൊക്കെ പല രീതിയിലും അവർ വേദഗ്രന്ഥത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ടു മേക്ക് ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് വാട്ട് ദ സ്ക്രിപ്ചർ ഹെൽഡ് ആസ് വെരിറ്റി, നേരായ നിലയിൽ ഈ സ്ക്രിപ്ചർ, ഈ വേദഗ്രന്ഥം പറയുന്നത് ഇതാണ് എന്ന് അവൻ പറയും. ദേ കോൺഷ്യസ്ലി ഡു, അവർ ബോധപൂർവമാണ് ഇത് ചെയ്യുന്നത്. ദാറ്റ് ടു ഫൂൾ ദ ലിസണേഴ്സ്, എന്താ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി. ഇൻ ടു കൺസിഡറിങ് ദ ഡിസ്റ്റോർട്ടഡ് റിസൈറ്റഡ് വേർഡ്സ് ആസ് ദ ട്രൂത്ത്, അവരുടെ നാവുകൾ ഉപയോഗിച്ച് തിരിച്ച് മറിച്ച ആ വാക്കുകൾ സത്യമാണ് എന്ന് അവർ ശ്രോതാക്കൾ മനസ്സിലാക്കണം, അവർ ധരിക്കണം. ആ നിലയിൽ അവരതിനെ വളച്ചു തിരിച്ച് പറയും. വേറസ് ദിസ് ഈസ് നോട്ട് ദ കേസ്, എന്നാൽ അതല്ല യഥാർത്ഥമായ സംഭവം, അവർ പറയുന്നതല്ല. ദേ ചലഞ്ച് ദ ട്രൂത്ത് ഓഫ് അള്ളാഹ്, അവരവിടെ വെല്ലുവിളിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സത്യതയാണ്. ദേ ചലഞ്ച് ദ ട്രൂത്ത് ഓഫ് അള്ളാഹ്, അള്ളാഹു തആല നൽകിയ സന്ദേശത്തെ, ആ സത്യത്തെ അവർ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു തആല നേരിട്ട് നൽകിയതാണ്. വെൻ ദേ അട്ടേർഡ് സച്ച് പ്രൊഫാനിറ്റീസ്, അവർ ഇത്തരത്തിലുള്ള ദൈവ നിന്ദാപരമായ കാര്യങ്ങൾ,
അല്ലെങ്കിൽ അതിക്രമങ്ങൾ, വെൻ ദേ അട്ടേർഡ് സച്ച് പ്രൊഫാനിറ്റീസ്, ഇത്തരം അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഈശ്വര നിന്ദ കാര്യങ്ങൾ അവർ ഉച്ചരിക്കുമ്പോൾ, വൈൽ ബീയിങ് കോൺഷ്യസ് ഓഫ് ദെയർ ഡൂയിങ്സ്, അവർ ചെയ്യുന്നത് സംബന്ധിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന്, എന്നാലും അവരത് ചെയ്യുകയാണ്. ഇൻഡീഡ് അള്ളാഹ് ഷാൽ സീസ്, തീർച്ചയായിട്ടും അള്ളാഹു താല അവരെ അതിശക്തമായ നിലയിൽ പിടികൂടുക തന്നെയും, ആക്രമിച്ച് കൈയടക്കുക എന്നാണ് സീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹു താല അള്ളാഹ് ഷാൽ സീസ് ദം, അവരെ പിടികൂടുക തന്നെ ചെയ്യും, അതിശക്തമായ നിലയിൽ ആക്രമിച്ച് തൻ്റെ കയ്യിൽ ഒതുക്കുന്ന പ്രവർത്തിക്കുക. ഫോർ ദെയർ ബ്ലാസ്ഫമി, അവർ നടത്തിയ ഈ ഈശ്വര നിന്ദയ്ക്ക്, ദൈവിക കൽപ്പനയ്ക്ക് വിരുദ്ധമായി തങ്ങളുടെ ഇഷ്ടങ്ങളനുസരിച്ച് ഓരോന്ന് ചെയ്യുന്ന ആളുകളെ അള്ളാഹുത്താല വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. അവരെ അള്ളാഹുത്താല അതിശക്തമായ നിലയിൽ പിടികൂടും, അവർ കാണിക്കുന്ന ഈ ദൈവിക നിന്ദാപരമായ പ്രവർത്തനങ്ങൾക്ക്. ഫോർ ലൈ ഓൺ അള്ളാഹ്, അള്ളാഹുവിൻ്റെ മേൽ അവർ കള്ളം പറയുകയാണ്. ഷാൽ വെരിലി ബി പെയിൻഫുള്ളി അക്കൗണ്ടഡ് ഫോർ, തീർച്ചയായിട്ടും അവർ വേദനാജനകമായ നിലയിൽ അവരുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, അവർ കണക്ക് പറയേണ്ടി വരും, അതിശക്തമായ വേദന അവർക്ക് നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് വേദഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഏതെങ്കിലും ഒരു മൗലവി പറയുന്നതും കേട്ട് ഇത് സത്യമാണെന്നും പറഞ്ഞ് കുലുങ്ങി നടക്കാൻ നമ്മളോട് പറയുന്നില്ല. നമ്മൾ ഭംഗിയായിട്ട് ഇത് മനസ്സിലാക്കാനും എന്നിട്ട് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കണം. ഓരോരുത്തർക്കും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവരവർക്കാണ്. ഞാൻ ഇന്ന മൗലവി പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാ എന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ പോയാൽ നിനക്ക് കയ്യും കാലും കണ്ണും നാക്കും മൂക്കും ബുദ്ധിയും യുക്തിയും ഒക്കെ തന്നില്ലായിരുന്നു, നീ അവൻ്റെ പറയപ്പാ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തട്ടിയാകത്താക്കും. അതുകൊണ്ട് ഇത് ഗൗരവമായി കാണേണ്ട ഒരു വചനം തന്നെയാണ്. നമ്മുടെ ജീവിത രീതിക്ക്, നമ്മുടെ ചിന്താഗതിക്ക് കാര്യമായ മാറ്റം വരുത്തേണ്ടതാണ്. അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എങ്കിൽ, നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് തോന്നിയതുപോലെ വളച്ചൊടിച്ചും കൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ, പറഞ്ഞത് എന്താണ്, അല്ലാഹു തആല അവരെ അതിശക്തമായ നിലയിൽ, വേദനാജനകമായ നിലയിൽ അവരുടെ അക്കൗണ്ടുകൾ ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ടാവും. അവർ ഈ കള്ളം പറഞ്ഞ് ഈ കറ്റുകെട്ടുകമായി നടന്നതിൻ്റെ പേരിൽ. ഈ വചനം ഒന്നുകൂടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മുടെ ശരീരങ്ങളിലുള്ള അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കട്ടെ. വഇന്ന മിൻഹും ലഫരീഖൻ യലൂന അൽസിനതഹും ബിൽ കിതാബ് ലിതഹ്സബൂഹു മിനൽ കിതാബ് വമാ ഹുവ മിനൽ കിതാബ് വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ് വമാ ഹുവ മിൻ ഇൻദില്ലാഹ് വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മൾ മുസ്ലിം വിഭാഗങ്ങളിലുള്ള എത്രയോ വിഭാഗങ്ങളായ ആളുകൾ ഉണ്ട്, എത്ര വലിയ മൗലാനമാർ, അവരെല്ലാവരും പറയുന്നത് സത്യമായ കാര്യമല്ല എന്ന് ഈ ഖുർആൻ പറയുന്നു. അവർക്ക് തോന്നിയ പോലെ പറയാം. അവർ പറയുന്നത് സത്യമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർ കാലത്തിൻ്റെ ഇമാമിനെ കണ്ടെത്തുമായിരുന്നു. ആ ബോധ്യം, ആ സത്യം അവരുടെ ആളുകളോട് അവർ പറയുമായിരുന്നു. അതുകൊണ്ട് അവരത് കണ്ടെത്തുന്നില്ല. അത് മനഃപൂർവ്വം കണ്ടെത്താത്തതാണ്. അറിഞ്ഞാൽ തന്നെ പറയാതിരിക്കുകയാണ്. കാരണം അവരുടെ ഇന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടുവാൻ, ഈ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യാൻ ഇത് തന്നെയാണ് മതത്തിൻ്റെ അധ്യാപനമെന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാ ഹറാമുകളും ഹലാലാക്കി കൊടുക്കുന്ന മതവിധികളുമായി നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ കരുതിയിരിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് കാണിച്ചു. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമുക്ക് ബന്ധപ്പെടാം. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.